सरस्वती नमस्तुभ्यं वरदे कामरूपिणि विद्यारंभं करिष्यामि സിദ്ധിർഭവതു മേ സദാ. നവരാത്രി ആഘോഷിക്കുന്നത് ഓരോ സംസ്ഥാനങ്ങളിലും ഓരോ വിധത്തിലാണ്. നമ്മുടെ കേരളത്തിലാണെങ്കിൽ സരസ്വതി പൂജയ്ക്കായിട്ടാണ് നമ്മൾ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അതേസമയത്ത് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ബംഗാൾ, ആസാം മുതലായ സ്ഥലത്ത് അവർ ദുർഗാപൂജയായിട്ടാണ് ആഘോഷിക്കുന്നത്. ഉത്തരേന്ത്യയിലാണെങ്കിൽ രാംലീല എന്ന സങ്കല്പമാണ് അവിടെ കൊണ്ടാടുന്നത്. കർണാടകയിലാണെങ്കിൽ ദസറയായിട്ടാണ് ആഘോഷിക്കുന്നത്. പൊതുവെ പറഞ്ഞാൽ ഇതെല്ലാം തിന്മയുടെ മേൽ നന്മയ്ക്കുണ്ടാകുന്ന വിജയം, അതാണ് പൊതു സാങ്കല്പികമായിട്ട് ഉള്ളത്. നമ്മുടെ കുടുംബം നവരാത്രി ആഘോഷം വളരെ കേമമായിട്ട് കൊണ്ടാടിയിരുന്നു. ഈ കഴിഞ്ഞ കൊല്ലമാണെങ്കിലും നമ്മൾ വളരെ സ്തുത്യർഹമായ വിധത്തിൽ നവരാത്രി ആഘോഷം നമ്മൾ കൊണ്ടാടി. അത് പ്രത്യേകിച്ചും കുട്ടികളുടെ കലാപരിപാടികൾ, നൃത്തം, സംഗീതം മുതലായ കലാപരിപാടികളോടുകൂടി കേമമായിട്ട് കൊണ്ടാടി. നമ്മുടെ കുടുംബത്തിൽ പണ്ട് കാലം മുതലേ ഈ നവരാത്രി ആഘോഷം ഉണ്ടായിരുന്നു. എനിക്കിപ്പോൾ അതിൽ ഓർമ്മ വരുന്നത്, പണ്ട് മാവേലിക്കര പ്രഭാകരൻ, നമ്മുടെ പെപ്പേണ്ണൻ ഒരു സംഗീത വിദ്യാലയം നടത്തിയിരുന്നു. ആ സംഗീത വിദ്യാലയത്തിൻ്റെ ആഭിമുഖ്യത്തിൽ പ്രഗത്ഭരായിട്ടുള്ള പല സംഗീതജ്ഞന്മാരുടെയും കച്ചേരികൾ നടത്തിയിരുന്ന അങ്ങനെ ഒരു പതിവുണ്ടായിരുന്നു. അതാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ കൊല്ലമാണെങ്കിൽ നമ്മുടെ കുടുംബാംഗങ്ങൾ, പ്രത്യേകിച്ച് കുട്ടികളുടെ കലാപരിപാടികൾ, സംഗീതവും നൃത്തവുമായിട്ട് നമ്മൾ നവരാത്രി കാലം ആഘോഷിച്ചു. അത് പ്രത്യേകിച്ചും ഈ പുതിയ സാങ്കേതിക അറിവുകളോടുകൂടി വന്നതോടുകൂടി നമുക്കത് യൂട്യൂബിലാക്കി വീണ്ടും വീണ്ടും കാണാനുള്ള അവസരം ഉണ്ടാക്കി എടുക്കാൻ സാധിച്ചു. നമ്മുടെ കുടുംബാംഗങ്ങൾ തന്നെയാണ് അതിന് മുന്നിട്ടിറങ്ങിയതും അത് സാധ്യമാക്കിയതും. അപ്പോൾ ഇനിയുള്ള കാലത്തും നമ്മളുടെ കുട്ടികളുടെ, കുടുംബാംഗങ്ങളുടെ, പ്രത്യേകിച്ച് കുട്ടികളുടെ കലാപരിപാടികൾ നവരാത്രി കാലങ്ങളിൽ ആഘോഷിക്കണം. അതിന് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നമ്മളുടെ പരദേവത മാടായിക്കാവിലമ്മയ്ക്കും ശ്രീ ഗുരുവായൂരപ്പനും എല്ലാ അനുഗ്രഹങ്ങളും തരണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു.